മകളെ നിന്നെ കണ്ട് കൊതി തീർന്നില്ല, ചെറുമകളെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരമ്മയുടെ വിലാപമാണ്. കൊല്ലം ചന്ദ്രൻതോപ്പ് രജിത് ഭവനിൽ വിഭജികയെയും കുഞ്ഞിനെയും ഭർത്തൃ വീട്ടുകാർ കൊലപ്പെടുത്തിയതായിരിക്കാം, അപായപ്പെടുത്തിയതായിരിക്കാം എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഷാർജയിൽ വച്ചാണ് വിഭജികയും മകളും മരിക്കുന്നത്, കുഞ്ഞും മരിക്കുന്നത്. ഇതിൽ അമ്മ എന്ന് പറയുന്ന ശൈലജ വളരെ ആവേശകരമായി വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട് മീഡിയകളോടും ചാനലുകളോടൊക്കെ. അപ്പോൾ ഈ പെൺകുട്ടി അവർ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ കൊലയാളികളെ വിടരുതെന്നും തൻ്റെ കൊലയാളികളെ വെറുതെ വിടരുതെന്ന് വിഭജിക സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് നിതീഷ് മോഹനിൽ നിന്ന് നേരിട്ട അതിക്രൂര പീഡനങ്ങൾക്ക് പുറമെ ഭർത്തൃപിതാവ് മോഹൻ വലിയ വീട്ടിൽ, ഭർത്തൃ സഹോദരി നീതു എന്നിവയ്ക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഷാർജ അൽ ഹാസ്മി ഹോസ്പിറ്റലിലാണ് മൃതദേഹങ്ങളുള്ളത്. ഫൈവവിയുടെ അതായത് മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞു. തെളിവ് ശേഖരിക്കുന്നതിന് ഭാഗമായി വിഭജികയുടെ റിപ്പോർട്ടിന് വരുവാനുണ്ട്. എത്ര മനോഹരമായിട്ടാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും പോകുന്നത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കടന്നൊരു കുഞ്ഞാകുമ്പോൾ, അവൾ അമ്മയാകുമ്പോൾ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അമ്മയായി ഷാർജയിലൊക്കെ പോയി. അപ്പോൾ ഷാർജയിലൊക്കെ പോയി താമസിക്കണമെങ്കിൽ അത്യാവശ്യം വരുമാനമെല്ലാം കാണുമല്ലോ, കുടുംബമായി താമസിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായി വിദേശത്ത് മക്കൾ താമസിക്കുന്നു എന്ന് അമ്മമാർ നാട്ടിൽ സ്വപ്നം കണ്ട് കഴിയുമ്പോൾ ഇതാ ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് വരുന്നത്. കൊല്ലത്ത് നിന്നുള്ള എൻ്റെ പൊന്നു മക്കളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, അതിനെ കണ്ട് കൊതി തീർന്നില്ല എന്നാണ് അകാലത്തിൽ നമ്മെ വിട്ടു പോയ വിഭജികയും കൊച്ചുമകൾ വൈഭവിയെയും കുറിച്ച് ശൈലജ കരയുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? പെൺകുട്ടികൾ ചുമ്മാതാണോ വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത്? എന്തുമാത്രം പീഡനമാണ് കൊടുക്കുന്നത്. ഇതിൽ ഭർത്താവിൻ്റെ അച്ഛൻ വരുന്നു, ഭർത്താവിൻ്റെ സഹോദരി വരുന്നു, ബന്ധുമിത്രാദികൾ ഒത്തിരി പേര് വരുന്നു. എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? അവരെല്ലാവരും കൂടിയാണോ ഈ കുട്ടിയെ പിതാവ് വരുന്നു, സഹോദരി വരുന്നു, അങ്ങനെ പല ആളുകളും കൂടി വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ വേദനാജനകമായ കാര്യമാണ്. ജീവൻ എടുക്കാനൊന്നും ആർക്കും അവകാശമില്ല. അത് ആത്മഹത്യ ചെയ്താൽ അത് കേസാണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് തിരിച്ചു വന്നാൽ അത് കേസാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രാജ്യത്ത് താമസിക്കുന്ന ഈ പെൺകുട്ടികൾ, വിഭജികയെപ്പോലുള്ള പെൺകുട്ടികൾ, ധാരാളം പേർ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തൊരു പീഡനമാണ് അനുഭവിക്കുക. എന്തെങ്കിലും പീഡനം അനുഭവിക്കാതെ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എന്ത് സംവിധാനത്തിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടതാണോ? കുഞ്ഞു പ്രായത്തിൽ അവർക്ക് കിട്ടേണ്ട അത്തരത്തിലുള്ളൊരു വൈവാഹിക ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള വിദ്യാഭ്യാസം കൂടി കൊടുക്കേണ്ട കാലമായോ? കൗൺസിലിങ്ങിന് കാലമായോ? എന്താണ് സംഭവിക്കുന്നത്? ഇഷ്ടമല്ലെങ്കിൽ വേറെ പിരിഞ്ഞ് കഴിയട്ടെ. എന്തിനാണ് പരസ്പരം കൊല്ലുവാനും കൊലപാതകം നടത്തുവാനും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നത് വളരെ 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 പ്രയാസമാണ്. ഞാൻ പെൺകുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്. കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിങ്ങൾ സ്വതന്ത്രമായി കഴിയുക. നിങ്ങൾ മരിക്കുന്നു, കൂടെയുള്ള ഒരു കുഞ്ഞിനെയും കൊല്ലുന്നു. വളരെ വളരെ വേദനാജനകമാണ് ഈ കാര്യങ്ങൾ. ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാവുന്നതല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച് തീർക്കാനുള്ളതാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടാനുള്ളതല്ല. പെൺകുട്ടികൾക്ക് ഒരു നിമിഷത്തെ വികാരം കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. മകളെയും കൊന്നിട്ടാണ് പോയിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഒരു മകളെ അമ്മ ആറ്റിലെറിഞ്ഞ കഥ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്തുമാത്രം കഥകളാണ് ദിവസവും കേൾക്കുന്നത്. ഒരാളിനും മറ്റൊരാളിൻ്റെ ജീവനെടുക്കാൻ അവകാശമില്ല. സ്വന്തമായി മരിക്കാൻ പോലും ആത്മഹത്യ ചെയ്യാനും അവകാശമില്ലാത്ത ലോകത്താണ് നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്. വളരെ വേദനാജനകമായ വാർത്തകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്.